ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം ചർച്ച ചെയ്യുന്നു, പൊതുജന മധ്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ യു ഡി എഫിന് അനുകൂലമായിട്ടത് ഗുണം ചെയ്യും. അപ്പം ഇതൊരു നല്ല നീക്കമാണ് എന്നാണ് എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നതിൽ ഞാൻ കണക്കാക്കുന്നത്. വലിയ തരത്തിലുള്ള വോട്ട് സ്വിങ് ചെയ്യിക്കാൻ ഈ മൂന്ന് കക്ഷികളെയും യു ഡി എഫിൽ എടുത്തതുകൊണ്ട് സാധിക്കില്ല. കാരണം പി വി അൻവറിന് നിലമ്പൂരിനും അപ്പുറത്തേക്ക്, ഒരു പക്ഷേ ഇടവണ്ണയ്ക്കും അപ്പുറത്തേക്ക് വലിയ സ്വാധീനമൊന്നും, ഏറനാടിനും അപ്പുറത്തേക്ക് വലിയ സ്വാധീനമൊന്നും ആ അർത്ഥത്തിൽ കൊടുക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇനി പി വി അൻവറിനെ എടുത്തപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കുഴപ്പം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബംഗാളിലും കൂടി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് കോൺഗ്രസിനൊട്ടും ഗുണകരമാവില്ലെന്ന് മാത്രമല്ല, അവിടെ മമതാ ബാനർജി കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്ന എല്ലാ ആയുധവും എവിടെ നിന്ന് മറുപടി പറയേണ്ടി വരുന്നത് ഈ പാവം പി വി അൻവർ ആയിരിക്കും. അതുകൊണ്ട് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ അധികകാലം തുടരുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഫൈറ്റ്, ഒരു കാര്യമില്ലാത്തൊരു മുന്നണിയാണ്, ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പേര് പി വി അൻവറിന് ബാധ്യതയാകാൻ പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ 5 പേർ അല്ലെങ്കിൽ 10 പേരുടെ ആ അർത്ഥത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ പിന്തുണയില്ലാത്തൊരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അത് പി വി അൻവർ എന്ന് പറയുന്ന ഒരു നേതാവിനെ കണ്ടുകൊണ്ട് വന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജി കോൺഗ്രസിനെതിരെ അടിക്കുന്ന എല്ലാ ആണിക്കും ഇവിടെ പിഴുതു കളയേണ്ട ഉത്തരവാദിത്വം പി വി അൻവറിന് വരും എന്നുള്ളൊരു പ്രശ്നം കൂടി ഇവിടെയുണ്ട്. പക്ഷേ അതൊരു നല്ല നീക്കമാണ്. പി വി അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കും, തൃണമൂൽ കോൺഗ്രസിനെ വിട്ടേക്കൂ. പി വി അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നത് ഏറെക്കാലമായി മുന്നണിക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ മുന്നണിയിൽ അസോസിയേറ്റ് മെമ്പറായിട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ചെറിയ ഒരു ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോഴുമുണ്ട്. ഒരു പി വി അൻവർ ബേസ് അവിടെയുണ്ട്. അത് ഏതെങ്കിലും തരത്തിലൊരു മുന്നണിയെ വിജയിപ്പിക്കാനോ മറ്റു മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ പിണറായിക്കെതിരെ പറയാൻ കോൺഗ്രസിലുള്ള ഒരു വലിയ ശബ്ദമായിട്ട് പി വി അൻവർ മാറും.